മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുസ്ലിം ലീഗ് വൈറസാണ്, ആ വൈറസ് പകർന്നാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ലെന്നും യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ കുറിച്ചു. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, നമുക്ക് ഈ പരാമർശം കേട്ടാൽ തന്നെ വ്യക്തമായി മനസ്സിലാകും. ലീഗ് മാത്രമല്ല ലക്ഷ്യം, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പോരാട്ടവും ലക്ഷ്യം വെച്ചാണ് യോഗിയുടെയും ബി.ജെ.പിയുടെയും നീക്കം. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും യോഗി ആദിത്യനാഥിന്റെ ലക്ഷ്യം അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുക തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെയും ബി.ജെ.പിയുടെയും ശ്രമം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിന്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് ഹിന്ദുക്കളുടെ കോപം ഭയന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു ന്യൂനപക്ഷ മണ്ഡലത്തിലേക്ക് എന്നുള്ളതാണ്. ഭൂരിപക്ഷം ന്യൂനപക്ഷമായ സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി പോകുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തൊട്ടു പിന്നാലെ തന്നെ ലീഗിന്റെ പച്ച പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം ബി.ജെ.പി നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അമേഠിയിൽ കൃത്യമായി ധ്രുവീകരണം ലക്ഷ്യമിട്ട് തന്നെയാണ് ബി.ജെ.പിയുടെ ഇത്തരത്തിലുള്ള പ്രചാരണം. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇന്നത്തെ യോഗി ആദിത്യനാഥിന്റെ പരാമർശത്തെയും കാണാൻ. ഇന്നിപ്പോൾ ട്വിറ്ററിലൂടെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് വൈറസാണ്, ആ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ആ വൈറസ് ബാധിച്ചിരിക്കുകയാണ്. അവർ ജയിക്കുകയാണെങ്കിൽ രാജ്യത്താകെ തന്നെ ആ വൈറസ് പടരുമെന്നാണ് ആദിത്യനാഥ് പറയുന്നത്. കേവലം ലീഗിനെ മാത്രം ലക്ഷ്യമിട്ടല്ല, രാഹുൽ ഗാന്ധിയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് വയനാടിനപ്പുറം അമേത്തിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കുക എന്നതാണ് ആദിത്യനാഥിന്റെ ശ്രമം. ലീഗുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു എന്ന കാര്യം ഇന്നലെ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ്. ഇന്ത്യ വിഭജനത്തിന് കാരണമായ ലീഗുമായാണ് കോൺഗ്രസിന്റെയും കോൺഗ്രസ് അധ്യക്ഷന്റെയും കൂട്ടുകെട്ടെന്നാണ് ഇന്നലെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നത്. അതായത് അമേത്തിയിൽ പറയുന്ന ഒരു സന്ദേശമായി തന്നെ വേണം ഇതിനെ കാണാൻ. ബി.ജെ.പി പറയുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ചേർന്ന് തീവ്രവാദ ശക്തികളുമായി ചേരുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. അതിലൂടെ തന്നെ ഹിന്ദു വോട്ടുകൾ ലഭ്യമാക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ശ്രമം. പക്ഷേ കോൺഗ്രസ് ഇതിനെ വളരെ ശക്തമായി തന്നെ ചെറുക്കാൻ നോക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മതേതര നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് കോൺഗ്രസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ വീഡിയോകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ലീഗിന്റെ പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ റാലിയുടെ വീഡിയോകൾ ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചാരണം ശക്തമാക്കാനാണ് ലീഗ് നേതാവ് കെ.എൻ.എ. ഖാദർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ.എൻ.എ. ഖാദർ, മുസ്ലിം ലീഗ് വൈറസ് ആണ് എന്ന് പറഞ്ഞാണ് യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ തന്റെ സന്ദേശം കുറിച്ചിരിക്കുന്നത്. ലീഗിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? നമുക്ക് ഈ പ്രതികരണം കേട്ടാൽ തന്നെ മനസ്സിലാകും ലീഗിനെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് മത്സരം അത് വലിയ തോതിൽ ഈ രീതിയിൽ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ബി.ജെ.പി നേതാക്കൾ കുറച്ചു കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രവൃത്തികളും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും വളരെ വളരെ മോശമായതാണെന്നും അധാർമികമായതാണെന്നും ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായത് കൊണ്ടാണല്ലോ വലിയ ഒരു ജനസമൂഹം ഒരുമിച്ച് അവർക്കെതിരായി അണിനിരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും ദക്ഷിണേന്ത്യയിൽ അതുണ്ടാക്കുന്ന അനുകൂലമായ പ്രതികരണവും അതുപോലെ പൊതുവെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് രണ്ടാമത് വരാൻ സാധ്യതയില്ല എന്ന സംശയവും ഉണ്ടാക്കിയിട്ടുള്ള പരിഭ്രാന്തിയിൽ നിന്നായിരിക്കാം അദ്ദേഹം അങ്ങനെ എഴുതിയതെന്നാണ് ഞാൻ കരുതുന്നത്. ട്വീറ്റ് ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് മറുപടി പറയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആദിത്യ യോഗിയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ല, അതിനേക്കാൾ എത്രയോ മോശമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതായത് ശ്രീ കെ.എൻ.എ. ഖാദർ, മുസ്ലിം ലീഗ് വൈറസ് ആണ്, ഈ വൈറസ് രാജ്യമൊട്ടാകെ പടരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ അത് ചെറുക്കണമെന്നാണ് കൃത്യമായും യോഗി എഴുതിയിരിക്കുന്നത്. അതെ, യോഗി അങ്ങനെ യോഗി ആ എഴുതിയത് മാത്രമല്ലല്ലോ, യോഗി അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിച്ച സന്ദർഭത്തിൽ അവിടുത്തെ ഡോക്ടറെ ശിക്ഷിക്കാനും ഒക്കെ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു കക്ഷിയല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു വീണ് കിട്ടിയ ഈ മുഖ്യമന്ത്രി പദം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും ഈ രീതിയിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ വായിൽ അതെല്ലാം ചേരും. അതിന് പ്രത്യേകമായൊരു പ്രതികരണം ആവശ്യമില്ല. അത് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര ശക്തികൾ ഒന്നിച്ച് തകരണമെന്നും അവരൊന്നും അധികാരത്തിൽ വരരുതെന്നും ബി.ജെ.പി അധികാരത്തിൽ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിപ്പെട്ട സ്ഥല ജല വിഭ്രാന്തി മൂലം ഓരോന്ന് വിളിച്ചു പറയുകയാണ്. ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം. അവര് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് അവർ ഇതിനേക്കാൾ മോശമായ രീതിയിൽ പറയുകയും ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് അത്ര കണ്ടു മാത്രമേ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണകളുള്ളൂ. അധികാരമോഹവും അതുപോലെ തന്നെ സമ്പത്തിനോടും അധികാരത്തോടും അവർക്ക് വർദ്ധിച്ചു വരുന്ന
പ്രമത്തത കൊണ്ട് അല്ലെങ്കിൽ ആ ദുരാഗ്രഹത്തിന്റെ ഫലമായിട്ട് അവർ ചെയ്തിക്കും പാർട്ടിയിൽ നിന്നും ഒരു പരിമിതി ഇല്ലാത്ത സ്ഥിതിയിൽ അവർ ഇനി മുന്നോട്ട് പോകും. അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണമെന്നും ഇളകണമെന്നും ഇവിടെ കുഴപ്പമുണ്ടാവണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലത്തിൽ വന്ന് മത്സരിച്ച് ജയിക്കാനായി രാഹുൽ ശ്രമിക്കുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കാൻ ഭയപ്പെടുന്നുവെന്ന് നേരത്തെ മോദി തന്നെ പറഞ്ഞു വെച്ചതാണ്. അതായത് ലീഗിന്റെ തണലിലാണ് രാഹുൽ വയനാട്ടിൽ മത്സരിച്ച് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രാജ്യമെമ്പാടും പടർത്തുക, അത്തരത്തിലുള്ള പ്രചരണം നടത്താനുള്ള ശ്രമം, അതിന്റെ ഭാഗമായി തന്നെ ഇതിനെ കണ്ടുകൂടെ? അത് യോഗി അത്തരത്തിൽ ഉദ്ദേശിച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ ഈ ഘട്ടത്തിൽ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, പക്ഷെ അതൊന്നും ഫലപ്രദമാവില്ല. അത്തരം പ്രസ്താവനകളൊന്നും ആളുകൾ ഏറ്റെടുക്കില്ല, ഫലിക്കില്ല, യാതൊരു സംശയമില്ല. ഒരു പ്രയോജനവും ആ പ്രസ്താവന കൊണ്ടുണ്ടാവില്ല. പറഞ്ഞ ആളിന്റെ വായിന്ന് പോയി കിട്ടിയെന്ന് മാത്രം. ശരി, ശ്രീ കെ എൻ എ ഖാദർ. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഒരിക്കൽ കൂടി. ഉണ്ണി, ഇത്തരത്തിൽ മോദി തുടങ്ങി വെച്ച പ്രചരണം രാഹുലിനെതിരെ വയനാട്ടിലെ മത്സരവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ യോഗി ഏറ്റെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇന്ത്യ ഉടനീളം ഇത്തരത്തിലുള്ള പ്രചരണം രാഹുൽ അമേഠിയിൽ നിന്ന് ഒളിച്ചോടി സുരക്ഷിത മണ്ഡലം തേടുന്നതും അതും മുസ്ലിം ലീഗിന്റെ തണലിൽ എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ തന്നെയുള്ള ശ്രമങ്ങളായിരിക്കില്ലേ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുക? അത്തരത്തിൽ ഒരു അജണ്ട അവർ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞോ? രഞ്ജിത്ത്, തീർച്ചയായും BJPയുടെ അജണ്ടയും പ്രൊപ്പഗാൻഡയും പ്രചാരണവും അത് തന്നെയായിരിക്കും. കാരണം BJP തുടക്കം മുതൽ തന്നെ നൽകുന്ന സൂചന രാഹുൽ ഗാന്ധി രണ്ടാം മണ്ഡലം തിരഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് BJP ഉന്നയിച്ചിരുന്നത്. അതിന് കാരണം പ്രധാനമന്ത്രി തന്നെ പറയാൻ ശ്രമിക്കുന്നു. ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയിരിക്കുന്നത് എന്നുള്ളത്. അതിൽ ഹിന്ദു മുസ്ലിം എന്നൊരു രാഷ്ട്രീയം മോഡി തന്നെ പറയാൻ ശ്രമിച്ചു. അതിന്റെ തുടർച്ചയായാണ് BJP നേതാക്കൾ മുസ്ലിം ലീഗിനെ കൂടി ഉപയോഗിച്ചുള്ള പ്രചാരണം രാഹുലിനെതിരെ ആരംഭിച്ചത്. മുസ്ലിം ലീഗിന്റെ പച്ച പതാകകൾ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളിൽ നിന്നുമൊക്കെ നിരന്തരം പോസ്റ്റുകൾ വരികയാണ്. പഴയ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ചിത്രങ്ങൾ പോലും BJP പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഉപയോഗിച്ച ചിത്രങ്ങൾ എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ലീഗിന്റെ പതാകയ്ക്ക് പാകിസ്ഥാന്റെ പതാകയുമായി സാദൃശ്യമുണ്ട് എന്നതടക്കമുള്ള പ്രചാരണങ്ങളാണ് BJPയുടെ അനുഭാവികളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത്. അതിന്റെ പ്രത്യാഘാതം ഉത്തരേന്ത്യയിലാണ് അവർ ലക്ഷ്യമിടുന്നതും. കാരണം കേരളത്തിലുള്ളവർക്ക് അറിയാം മുസ്ലിം ലീഗും ഒപ്പം കോൺഗ്രസുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെ, പക്ഷേ ഉത്തരേന്ത്യയിൽ അത് അറിയുകയില്ല. ആ രീതിയിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാനും ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭ്യമാക്കാനുമുള്ള പ്രചാരണമാണിത് BJP ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ VV രാജേഷ് ചേരുന്നു, BJP നേതാവ്. VV രാജേഷ്, എന്താണ് BJP ലക്ഷ്യമിടുന്നത്? യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നത് വൈറസാണ് ലീഗ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ വൈറസ് ഇന്ത്യ ഒട്ടാകെ പടരും. അത് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിച്ചുകൂടെ? ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ പറയുന്ന പ്രസംഗമല്ല, ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. രാജേഷ്, അതെ ഞാനത് ഞാനിപ്പോ യാത്രയിലായതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാനത് നോക്കാം. അതുകൊണ്ട് ആ വാക്കുകളിലേക്ക് ആ പരാമർശത്തിലേക്ക് ആ വാക്കുകൾ ഞാൻ വായിക്കാത്ത സാഹചര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ഒരു കാര്യം ആ പറഞ്ഞതാണെങ്കിലും ആശയത്തോട് യോജിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് കാട്ടിക്കൂട്ടുന്ന കുറെ വ്യഗ്രതകളുണ്ട്. എയർപോർട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ലീഗിന്റെ കോൺഗ്രസുകാരെ ആരെ അടുപ്പിക്കാതെ രാഹുലിനെ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് അതിലൂടെ മുസ്ലിം ലീഗ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. AICC പ്രസിഡന്റിന് ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ ഔദാര്യം തേടേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം ലീഗ് നൽകുന്നുണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞതും ചെയ്തതും ഒന്നുകിൽ ജവഹർലാൽ നെഹ്റു ചെയ്തതും പറഞ്ഞതും തെറ്റാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നതും പറയുന്നതും തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ലീഗിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞതെന്ന് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ലീഗ് പേർന്നത്. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ന്യൂസ് 8 പറഞ്ഞു. SDPയുമായിട്ട് കഴിഞ്ഞ ആഴ്ച രാജ്യദ്രോഹ SDPയുമായിട്ട് കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയ സംഘടനയാണ് ലീഗ്. ആ ലീഗാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന്റെ നേതാവായി മത്സരിക്കുമ്പോഴേക്കും രാഷ്ട്രീയ പ്രതിയോഗികൾ എന്നുള്ള നിലയ്ക്ക് AICC പ്രസിഡന്റ് ആയതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ BJP അതിനെതിരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിക്കും. എല്ലാ ഫോട്ടോകളും പ്രചരണത്തിന് ഉപയോഗിക്കും, എല്ലാ പോസ്റ്ററുകളും പ്രചരണത്തിന് ഉപയോഗിക്കും. അതിന് BJPയെ കുറ്റം പറഞ്ഞ കാര്യമില്ല, BJP പ്രവർത്തകരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, യോഗി ആദിത്യനാഥിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം രാഹുലിനോട് വയനാട് വന്ന് മത്സരിക്കാൻ ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. രാഹുൽ വയനാട് മത്സരിക്കുമ്പോഴേക്കും രാഹുലിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വിശദീകരിക്കും. അതിന് പരിഭവിച്ചിട്ട് കാര്യമില്ല. അതിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയും തുടരും. ശരി, VV രാജേഷാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. എം ഉണ്ണികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളും പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ
യോഗി ആദിത്യനാഥിന്റെ ട്വീറ്റാണ് ഈ ഘട്ടത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മുസ്ലിം ലീഗ് വൈറസാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് യോഗി. ഒപ്പം ഈ വൈറസ് രാജ്യം മുഴുവൻ പടരും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അത് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥം ലീഗിന്റെ തണലിലേറിയാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നതും അത് ആ ഘട്ടത്തിലാണ്. ഹിന്ദു മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കാൻ ഭയപ്പെടുന്നുവെന്ന് നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞു വെച്ചതുമായി കുട്ടി വായിക്കേണ്ടി വരും യോഗി ആദിത്യനാഥിൻ്റെ ഈ പരാമർശത്തെ. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.